ശബരിമല കേസ് കോൺഗ്രസിനെ തിരിഞ്ഞു കുത്തുകയാണോ എന്നുള്ളതാണ് ഇന്നലത്തെ അടൂർ പ്രകാശിൻ്റെ പ്രകടനവും ബോഡി ലാംഗ്വേജും ഒക്കെ കാണിക്കുന്നത്. ഇന്നലെ വരെ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് അടൂർ പ്രകാശ് എല്ലാം ഡീൽ ചെയ്യുകയും പത്രക്കാരെ കാണുന്നത്. പക്ഷേ ഇന്നലെ പത്രക്കാരോടൊക്കെ ചൂടാവുകയും തട്ടിക്കയറുകയും വേണ്ട ബഹളം കാണിക്കുന്നത് കണ്ടു. സ്വാഭാവികമായിട്ടും നന്നായി ആര് ചോദ്യം ചെയ്തിട്ടുണ്ട്? SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ SIT തന്നെ ഇന്ന് ആൻ്റണി MBയെ ചോദ്യം, കാരണം നാളെയാണ് 9-ാം തീയതിയാണ് ഫസ്റ്റ് റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കേണ്ടത്. അതിനു മുമ്പേ ആൻ്റണി MBയെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ മൊഴിയെടുക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല വാസവൻ്റെയും മുഖ്യമന്ത്രിയുടെയും മൊഴിയും എടുക്കേണ്ടതുണ്ട്. അവരോടൊപ്പം ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു എന്താണ് കാര്യം, ആ പരിചയമുണ്ടോ, നിങ്ങളാരാണ്, നിങ്ങൾ തമ്മിൽ മറ്റ് ബന്ധങ്ങളുണ്ടോ എന്നുള്ള വളരെ പ്രാഥമികമായ കാര്യമാണെങ്കിൽ പോലും അത് മൊഴിയെടുക്കേണ്ടതുണ്ട്. ഒരു ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് മൊഴിയെടുക്കേണ്ടതുണ്ട്. അത് നടക്കുമെന്ന് നമുക്ക് കരുതാം. അതിനിടയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആടിയ സിസ്റ്റം നെയ്യിൽ നിന്ന് 36 ലക്ഷം രൂപ ക്രമക്കേട് കണ്ടുപിടിച്ചതുകൊണ്ട് മുൻ കീഴ്ശാന്തി സുനിൽകുമാർ പോറ്റിയെ കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെയാണ് ED കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ ED അതിൻ്റെ പിറകെ നടക്കുന്നു. അവിടെ പണം അപഹരിക്കൽ, അഴിമതി നിരോധന നിയമം എന്നിവയൊക്കെ പ്രകാരം ED കേസെടുത്തിരിക്കുകയാണ്. സുനിൽകുമാർ കീഴ്ശാന്തി പെട്ടിരിക്കുകയാണ്, അറസ്റ്റിൽ പോയി. ശബരിമല വഴിപാടുകളിലും ചടങ്ങുകളിലും അടുത്ത ഗുരുതരമായ കാര്യം, 2018 നിലയ്ക്കലിലെ അന്നദാനവുമായി ബന്ധപ്പെടുത്തി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയപ്രകാശിൻ്റെ സ്വത്തുകൾ ED കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേവലം ഒരു സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോയതോ, അഷ്ടദിക്പാലകർ എടുത്തുകൊണ്ട് പോയതോ, ദ്വാരപാലക വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പോയതോ ആയിട്ടുള്ളതല്ല. അതിനിടയിലാണ് വളരെ ഗുരുതരമായ രീതിയിലുള്ള വലിയ തോതിലുള്ള അടുത്ത കൊള്ള അവിടെ നടന്നിരിക്കുന്നത്. ഇതിനിടയിലാണ് ശ്രീകുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. നമ്മുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശ്രീകുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നും വളരെ നിർണായകമായ കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ വിവിധ തലത്തിലുള്ള കൊള്ളവെപ്പുമാണ് അവിടെ നടന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വരുന്ന മറ്റൊരു വളരെ ലീഡ് ആയിട്ടുള്ള ത്രെഡ് അല്ലെങ്കിൽ ന്യൂസ്, കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യും. അറസ്റ്റിലേക്ക് പോയാലും അത്ഭുതമില്ല, വീണ്ടും ചോദ്യം ചെയ്യും. ഇതെല്ലാം SIT ലെവലിൽ നടക്കുന്നതാണ്. എന്നാൽ EDയുടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ ലെവലിൽ പല ആളുകളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻ്റണി MB ഇതിനിടയിൽ 2 കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വാങ്ങിച്ചെന്നും 25 ലക്ഷം രൂപയെ തിരിച്ചു കൊടുത്തിട്ടുള്ളെന്നും അതിൻ്റെ പലിശ സഹിതം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പലിശയൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുള്ള അതീവ ഗുരുതരമായ ആരോപണമായി തിരുവല്ലയിലെ ഫൈനാൻസുകാരും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആടിയ സിസ്റ്റം നെയ്യ് കൊടുക്കുന്ന കാര്യമായിരുന്നാലും, എണ്ണയുടെ കച്ചവടമായാലും, ശർക്കരയുടെ കച്ചവടമായാലും, തേങ്ങയുടെ കച്ചവടമായാലും, അവിടെ കഞ്ഞി കൊടുക്കുന്നതായാലും, അന്നദാനമായാലും, സ്പോൺസറിങ് ആയാലും, നിലയ്ക്കലിലെ സ്പോൺസറിങ് ആയാലും, എല്ലാം അടിമുടി അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൊള്ളയുടെയും കഥയാണ് കേൾക്കുന്നത്. ഇത് ജയകുമാർ IAS കൂടി കാണുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ED അന്വേഷിക്കട്ടെ, വിജിലൻസ് അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ SIT അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാതെ അത് നടക്കട്ടെ. ആഭ്യന്തരമായ ശുദ്ധീകരണത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ ഭക്തർക്കും പൊതുസമൂഹത്തിനും വലിയ ആകാംക്ഷയുണ്ട്. കാരണം അത്രമാത്രം വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ശബരിമലയിൽ ഒരു പാരഡി ഗാനം ഒരാൾ എഴുതിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ പാരഡി ഗാനം അയച്ചു തന്നു. ഞങ്ങൾ അത് വീഡിയോയിലൊന്ന് ഞങ്ങളാണ് ആദ്യമായി കൊടുത്തത്. ആദ്യമല്ല, അവസാനം ഞങ്ങളാണ് പ്രധാനമായി കൊടുത്തത്. 1.5 ലക്ഷത്തിലധികം ആളുകളാണ് വൈറലായി അത് കണ്ടത്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള വളരെ വലിയ ഭീമാകാരമായ ചാനലല്ലാത്ത ഞങ്ങളെപ്പോലെയുള്ള ഒരു വളർന്നു വരുന്ന ചാനലിൽ ഇടുന്ന വീഡിയോ പോലും 1.5 ലക്ഷത്തിലധികം ആളുകൾ കാണണം, റീച്ച് എത്തണമെങ്കിൽ ആ വിഷയത്തോടുള്ളൊരു പ്രതിബദ്ധതയാണ്. ജനങ്ങൾക്ക് ആ വിഷയത്തോടുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ വലിയ തോതിലാണ് ശബരിമല അയ്യപ്പൻ്റെ ഈ കഥകൾ അവിടെ ഓരോ ദിവസവും വരുന്നത്. അപ്പോൾ ഇത് എവിടെ ചെന്ന് ഈ കഥ അവസാനിക്കും? ഇത് ഒരു എത്തും പിടിയും കിട്ടാതെ വല്ലാത്തൊരു ഫ്ലാഷ് ബാക്കായിട്ടാണ് ശബരിമല കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കൂടി, പൊളിറ്റിക്കൽ തലത്തിലേക്ക് കൂടി നമുക്ക് ഈ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ശബരിമലയുടെ രാഷ്ട്രീയം വളരെ ഗുരുതരമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ശബരിമലയെ കൃത്യമായി നിശ്ചിത ഇടവേളകളിൽ ശബരിമലയിൽ തീവെപ്പാകട്ടെ, അല്ലാത്ത കൊള്ളയാകട്ടെ, ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളയാകട്ടെ, നിശ്ചിത ഇടവേളകളിൽ ശബരിമലയിൽ വിവാദങ്ങളുണ്ടാക്കി സ്വർണം അടിച്ചുകൊണ്ട് പോകാനും അവിടുത്തെ സ്വത്തുക്കൾ കൊണ്ടുപോകാനുമുള്ള
ഗൗരവതരമായ പണി നടക്കുന്നു. 2019 സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്, അല്ലാതെ ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നിരീക്ഷണമുണ്ട്, ഒരു സജഷനുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അതിൽ പിടിച്ച ആ ത്രെഡിൽ പിടിച്ച് പോകാം. കാര്യം സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. പന്തളം കൊട്ടാരത്തിൻ്റെ അവകാശത്തെ സംബന്ധിക്കുന്ന കേസിലൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം പോലെ, ആ നിർദ്ദേശത്തിൽ അങ്ങനെ പറയുന്നില്ല, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇതാണ്. ഗുരുവായൂർ ക്ഷേത്രം പോലെ അല്ലെങ്കിൽ കൂടൽമാണിക്കൽ ക്ഷേത്രം പോലെ ഒരു സിംഗിൾ ക്ഷേത്രം എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് പിന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സെപ്പറേറ്റ് സംവിധാനം എന്തുകൊണ്ട് ശബരിമലയ്ക്ക് ആലോചിച്ചുകൂടാ എന്ന് ചോദിച്ചത് തുടർന്നാണ് ഈ കൊള്ളകളെല്ലാം നടന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറേ ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. പോറ്റിയുടെ വീട്ടിൽ നിരവധി തവണ കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ടുണ്ട്. 2 തവണ പോയി എന്നാണ് കടകംപള്ളി തന്നെ അവകാശപ്പെട്ടത്. അത് 2 തവണയും, ഒരു തവണ രാജു അബ്രഹാം, ഇന്നത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ രാജു അബ്രഹാമും കൂടെ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം. പിന്നെ അല്ലാതെ ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം അതുവഴി പോയപ്പോൾ, പുളിമാത്ത് വഴി കിളിമാനൂരിൽ പോയപ്പോൾ ശബരിമലയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പോറ്റിയുടെ വീട്ടിലൊന്ന് കയറി എന്ന് പറയുന്ന വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഒരു ഗൗരവമില്ലാത്ത രീതിയിൽ കടകംപള്ളി പറയുമ്പോൾ അദ്ദേഹം മന്ത്രിയാണ് എന്ന് ആലോചിക്കണം. ഒരു മന്ത്രി, ഒരു ശരാശരി താഴേക്കിടയിലുള്ള ഒരു മേൽശാന്തി പോലും കീഴ്ശാന്തി പോലും അല്ലാത്ത, ശബരിമലയിൽ കീഴ്ശാന്തി പോലും അല്ലാത്ത ഒരു കർമ്മയുടെ അല്ലെങ്കിൽ പരികർമ്മിയുടെ വളരെ ലോവർ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ വീട്ടിൽ നിരന്തരം പോകണമെങ്കിൽ, അത് ബാംഗ്ലൂർ വെച്ച് കാണണമെങ്കിൽ, തിരുവനന്തപുരത്ത് വെച്ച് കാണണമെങ്കിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് പല രൂപത്തിൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ക്ലിക്കില്ലേ, അല്ലെങ്കിൽ അതിലൊരു ബന്ധമില്ലേ? അത് വെറും ഒരു നൂൽ ബന്ധമോ അല്ലെങ്കിൽ ഒരു അച്ഛന് ഉപകാരം കൊടുക്കുന്ന ബന്ധമോ ആണോ? സാമ്പത്തിക ഇടപാടുകളുണ്ടോ? ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. ഇത് ചർച്ച ചെയ്യണമെങ്കിൽ വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് വളരെ രസകരമായി നമ്മൾ ചിന്തിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യേണ്ട ഒരു കേസായിട്ടാണ് ശബരിമല വിഷയം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണിത് CBIക്ക് വിടണമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളത്, കോടതി നേരിട്ട് ഈ കേസിൽ ഇടപെട്ടത് കൊണ്ടും കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഇത് നടക്കുന്നത് കൊണ്ടും കോടതിക്കും ഒരു സ്വാർത്ഥതയുണ്ട്. ഞങ്ങളിതെല്ലാം കണ്ടുപിടിച്ചു, വേറെ ആരുമില്ല, ഞങ്ങളിതാ 2 ജഡ്ജിമാർ ഇതെല്ലാം കൂടി പറഞ്ഞ് കണ്ടുപിടിച്ച് തന്നില്ലേ എന്ന് അവരൊരു ക്രെഡിറ്റ് ഉണ്ടല്ലോ. എല്ലാ മനുഷ്യർക്കും അങ്ങനെ ആഗ്രഹങ്ങളുണ്ടല്ലോ, കേവല ക്രെഡിറ്റ് അല്ല. അതൊരു മനുഷ്യരാണല്ലോ, ഇതെല്ലാം ചെയ്യുന്നതും പറയുന്നതും എല്ലാം മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യനുണ്ടാകാവുന്ന ഒരു സ്വാഭാവികമായ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഉയർന്ന ബോധം എന്ന് തന്നെ പറയാം, ഒരു കോൺഷ്യസ്നെസ്. അതായത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റും ശിക്ഷാവിധിയും ഒക്കെ പറഞ്ഞാൽ, ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ, ദേവസ്വം ബെഞ്ചിലെ ജഡ്ജിമാർ ഇതെല്ലാം കണ്ടുപിടിച്ചു, ഗവൺമെൻറ്റുകളെ ഓവർടേക്ക് ചെയ്ത് അവരിതെല്ലാം കണ്ടുപിടിച്ചില്ലേ, അല്ലെങ്കിൽ അവർ മുൻതൂക്കം കൊടുത്തില്ലേ, അവർ മേൽനോട്ടം വഹിച്ചില്ലേ എന്നൊക്കെ ഒരു പൊതുസമൂഹത്തിൽ നിന്നൊരു അപ്ലാസ് കിട്ടും. അതുകൂടി കണ്ടിട്ടാണോ, അതോ SITയെ സമ്പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണോ, എവിടെയാണ് കോടതിയും ഇതിൽ CBIക്ക് വിടാൻ ഒന്ന് അമാന്തിക്കുന്നത്? അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അതുപോലെ തന്നെ ED 10-23 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു, പലവട്ടം ചോദ്യം ചെയ്തു. മുരാരി ബാബുവിനെ ഇനിയും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ EDയും ഈ പറയുന്ന SIT നാളെ കോടതിയിൽ 9-ാം തീയതി എന്ത് കൊടുക്കുമെന്ന് പറയുന്നു, അഫിഡവിറ്റ് വീണ്ടും ഫസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും തൊണ്ടി മുതൽ കണ്ടുപിടിച്ചിട്ടില്ല. ഈ കംപ്ലീറ്റ് ഇതിൻ്റെ കൾപ്രിറ്റുകളെ മുഴുവൻ ലിങ്ക് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കുറച്ച് പേർ ബസ്സിൽ തൂങ്ങി വെളിയിൽ കിടക്കുകയാണ്. അവരെ അകത്ത് കയറ്റിയിട്ടില്ല. ആളൊഴിവാക്കി, തിരക്കൊഴിവാക്കി, കൃത്രിമ തിരക്കൊഴിവാക്കി അവരെ കൂടി അകത്ത് കയറ്റി ആരെയൊക്കെ ചോദ്യം ചെയ്യണമോ, ആരിൽ നിന്നൊക്കെ മൊഴിയെടുക്കണമോ അത് വളരെ ഗൗരവതരമായി ചെയ്തില്ലെങ്കിൽ വീണ്ടും കേരള സമൂഹം നിങ്ങളോട് ആരോടും പൊറുക്കില്ല എന്ന് മാത്രമാണ് ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത്.